ക്രിസ്ത്യാനോ റൊണാൾഡോയെ നമ്മൾ കാണാൻ തുടങ്ങിയിട്ട് കാലമേറെയായി. എന്നാൽ സ്ലൊവേനിയയ്ക്കെതിരെ കണ്ട റൊണാൾഡോയെ നമ്മളാരും ഇതിനു മുൻപ് കണ്ടിട്ടില്ല. അത്രമേൽ ഹൃദയം നുറുങ്ങിയൊരു റൊണാൾഡോയെയാണ് ഫ്രാങ്ക്ഫർട്ട് അരീനയിൽ കണ്ടത്. ഗ്രൂപ്പ് ഘട്ടത്തിൽ ഒറ്റ ഗോൾ നേടാതെ വേർത്ത റൊണാൾഡോ പ്രീ ക്വാർട്ടറിൽ സ്ലൊവേനിയയ്ക്കെതിരെ എങ്ങനെയും ഗോൾ നേടാനുള്ള ശ്രമത്തിലായിരുന്നു. നിരവധി ഷോട്ടുകളാണ് റൊണാൾഡോ സ്ലൊവേനിയൻ ഗോൾ മുഖത്തേക്ക് തൊടുത്തത്. പക്ഷേ ഒന്നും ലക്ഷ്യത്തിലെത്തിയില്ല. നിരാശനും അസന്തുഷ്ടനുമായ റൊണാൾഡോ വീണ്ടും ഗോളിനായി ശ്രമിച്ചിട്ടും കളി എക്സ്ട്രാ ടൈമിലേക്ക് നീണ്ടു. എക്സ്ട്രാ ടൈമിൻ്റെ ആദ്യ പകുതിയിൽ പോർച്ചുഗലിന് അനുകൂലമായി പെനാൽറ്റി കിട്ടുന്നു. കിക്കെടുക്കാൻ റൊണാൾഡോ. പോർച്ചുഗീസ് നായകൻ്റെ ഉഗ്രൻ ഷോട്ട് സ്ലൊവേനിയൻ ഗോളി ഒബ്ലെക് മുഴുനീള ഡൈവിലൂടെ തട്ടിയകറ്റുന്നു. ഹൃദയം നുറുങ്ങി പൊട്ടിക്കരഞ്ഞ റൊണാൾഡോ. ഇങ്ങനെ കണ്ണീരിൽ മുങ്ങിയൊരു റൊണാൾഡോയെ ഫുട്ബോൾ ലോകം കണ്ടിട്ടില്ല. സഹതാരങ്ങളെല്ലാവരും റൊണാൾഡോയെ ആശ്വസിപ്പിച്ചു. ഗാലറിയിൽ കണ്ണീരണിഞ്ഞ് താരത്തിനമ്മ മരിയ സാന്റോസ് അവേറിയും. എക്സ്ട്രാ ടൈമിലും ഗോൾ പിറക്കാതിരുന്നതോടെ കളി ഷൂട്ടൗട്ടിലേക്ക്. പോർച്ചുഗൽ ഗോളി സ്ലൊവേനിയയുടെ ആദ്യം തട്ടിയകറ്റി. പോർച്ചുഗലിൻ്റെ ആദ്യ കിക്കെടുക്കാനെത്തിയത് ക്രിസ്ത്യാനോ റൊണാൾഡോ. ഇത്തവണ പോർച്ചുഗൽ നായകന് പിഴച്ചില്ല. ഗോളിൻ്റെ ആശ്വാസത്തിൽ ആരാധകരോട് കൈകൂപ്പി. ആദ്യ പെനാൽറ്റി പാഴാക്കിയതിനു ക്ഷമാവണം. സ്ലൊവേനിയയുടെ 2-3 കിക്കുകൾ കൂടി കോച്ച തട്ടിയിട്ടപ്പോൾ പോർച്ചുഗൽ ക്വാർട്ടറിലേക്ക്. റൊണാൾഡോയ്ക്കും സംഘത്തിന് ആശ്വാസവും സന്തോഷവും. ഒന്നുറപ്പാണ്, 1.5 പതിറ്റാണ്ടിലേറെ നീണ്ട കരിയറിൽ റൊണാൾഡോ ഇതുപോലെ സംഘർഷഭരിതമായ ഒരു മത്സരത്തിലൂടെ കടന്നുപോയിട്ടുണ്ടാവില്ല. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.